നമസ്കാരം. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടെണ്ണൽ 2 മണിക്കൂർ പിന്നിടുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിലും എൻ.ഡി.എ സഖ്യം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. മഹാരാഷ്ട്രയിൽ എൻ.ഡി.എ സഖ്യമാണ് ഏറെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ ബി.ജെ.പിയുടെ സഖ്യം കോൺഗ്രസ് സഖ്യത്തേക്കാൾ ഇരട്ടിയിലധികം സീറ്റുകൾ നേടും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ 194 സീറ്റുകളിലാണ് ഇപ്പോൾ എൻ.ഡി.എ സഖ്യം ലീഡ് ചെയ്യുന്നത്. അതേസമയം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മഹാഅഘാടി സഖ്യം 75 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതുപോലെ ജാർഖണ്ഡിൽ എൻ.ഡി.എ ആണ് മുന്നിൽ എന്ന് പറയാമെങ്കിലും തൊട്ട് പിന്നിൽ തന്നെ കോൺഗ്രസ് സഖ്യവുമുണ്ട്. ഇവിടെ 42 സീറ്റിൽ എൻ.ഡി.എയും 36 സീറ്റിൽ ഇന്ത്യ മുന്നണി സഖ്യവുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ എന്നിവർ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളെ ആദ്യ റൗണ്ടിൽ പിന്നിലായിരുന്നു. മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയെ തകർത്ത് അധികാരം പിടിക്കാനായി മികച്ച പ്രവർത്തനമാണ് കോൺഗ്രസ്, ശിവസേന, എൻ.സി.പി എന്നിവരടങ്ങിയ മഹാഅഘാടി സഖ്യം നടത്തിയിരുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡിലാകട്ടെ ബി.ജെ.പി സഖ്യവും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള പോരാട്ടമാണ് കാണാൻ കഴിയുന്നത്. ജാർഖണ്ഡിൽ ആകെയുള്ള 81 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്തുക എന്നുള്ളത് ബി.ജെ.പി നേതൃത്വത്തിലുള്ള സഖ്യത്തിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ്. മാത്രമല്ല മഹാരാഷ്ട്രയിലെ എൻ.സി.പിയും ശിവസേനയും പിളർന്ന് അതിൻ്റെ ഓരോ വിഭാഗങ്ങൾ 2 മുന്നണിയിൽ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 4 പാർട്ടികൾക്കും ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകവുമായി മാറുകയാണ്.